നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. മണ്ണുത്തി വെട്ടിക്കലിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് അമ്മയും പിഞ്ചുകുഞ്ഞും മരിച്ചു. നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചത് സംഘർഷത്തിനിടയാക്കി. തിരക്കേറിയ സമയങ്ങളിൽ വാഹന പരിശോധന ഒഴിവാക്കാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജില്ലയിൽ H1N1 രോഗത്തിനെതിരെ ജാഗ്രതാ നടപടികൾ ശക്തമാക്കി. 54 പേർക്ക് മുണ്ടിനീര് സ്ഥിരീകരിച്ച് രാമവർമ്മപുരം ഫയർ അക്കാദമിയിൽ പ്രത്യേക പരിചരണ സംവിധാനം ഒരുക്കാൻ തീരുമാനം. മിക്ക ഹോട്ടലുകളിലും പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരും ഉപയോഗിക്കുന്നത് അന്യസംസ്ഥാന പാലുകൾ. കട്ടി കൂടുതലും വിലക്കുറവുമുള്ള ഈ പാലിൽ കേടാകാതിരിക്കാൻ ചേർക്കുന്നത് മാരക രാസവസ്തുക്കൾ. പുഴയ്ക്കൽ മൊബിലിറ്റി ഹബ്ബിന് അനുബന്ധമായി തൃശൂർ നഗരത്തിൽ റിംഗ് റോഡ് വരുന്നു. മണ്ണുത്തിയിലും കണിമംഗലത്തും ചെറിയ മൊബിലിറ്റി ഹബ്ബുകൾക്കും പദ്ധതി. റവന്യൂ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ TN പ്രതാപൻ MLA രംഗത്ത്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരിന്റെയും വിയർപ്പിന്റെയും വില മന്ത്രിക്ക് മനസ്സിലാകില്ലെന്നും പ്രതാപൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിൽ KSRTC ബസ്സിടിച്ച് ബൈക്ക് യാത്രികരായ അമ്മയും 1.5 വയസ്സുകാരിയും മരിച്ചു. പഴയന്നൂർ കുമ്പളങ്ങോട് സ്വദേശി റഷീദിന്റെ ഭാര്യ 36 വയസ്സുള്ള സഫിയ, 1.5 വയസ്സുള്ള മകൾ ഫാത്തിമ എന്നിവരാണ് മരിച്ചത്. സഫിയയുടെ ഭർത്താവ് റഷീദിന് സാരമായി പരിക്കേറ്റു. വെട്ടിക്കലിൽ ഹൈവേ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ വെള്ളിയാഴ്ച രാവിലെ 11:00-ഓടെയായിരുന്നു സംഭവം. മുൻപിലെ വാഹനം നിർത്തിയതിനെ തുടർന്ന് പിന്നിലുണ്ടായിരുന്ന റഷീദ് ഹൈവേ പോലീസിന്റെ വാഹന പരിശോധന മറികടക്കുന്നതിനിടെ എതിരെ വന്ന KSRTC ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ സബിയയുടെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങി. ബസ് ഇടിച്ച് തല പിളർന്ന് ഫാത്തിമ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഇരുവരും തൽക്ഷണം മരിച്ചു. മറുവശത്തേക്ക് വീണ റഷീദിനും പരിക്കേറ്റു. ഇയാളെ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം നടന്ന ഉടനെ ഹൈവേ പോലീസ് രക്ഷാപ്രവർത്തനം നടത്താതെ ഒഴിഞ്ഞു മാറിയത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കി. അപകടം നടന്ന് 15 മിനിറ്റോളം വൈകിയാണ് പോലീസ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. പോലീസിന്റെ വാഹന പരിശോധനയ്ക്കെതിരെ നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. ഇതിനിടെ പോലീസുകാരുമായി നാട്ടുകാർ വാക്കേറ്റമുണ്ടായത് സ്ഥലത്ത് നേരിയ സംഘർഷാവസ്ഥയ്ക്കും കാരണമാക്കി. ഇതുവഴി വന്ന മേയർ രാജൻ ജയപാലനും ഒല്ലൂർ CI A ഉമേഷും ചേർന്ന സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. സംഭവം അറിഞ്ഞ് പിന്നീട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൺ, ഗുരുവായൂർ ACP R ജയചന്ദ്രൻപിള്ള എന്നിവരും സ്ഥലത്തെത്തി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 1.5 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. അതേസമയം ഈ സമയത്ത് വാഹന പരിശോധന നടത്തിയ ഹൈവേ SI പങ്കജാക്ഷനെ സ്ഥലം മാറ്റിയതായി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. TCB ന്യൂസ്, തൃശൂർ. DGPയുടെ ഉത്തരവ് മറികടന്നുള്ള പോലീസിന്റെ വാഹന പരിശോധനയാണ് മണ്ണുത്തി വെട്ടിക്കലിലെ 2 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന്റെ മുഖ്യ കാരണം. ദേശീയപാതയിലും തിരക്കേറിയ റോഡുകളിലുമുള്ള പോലീസിന്റെ വാഹന പരിശോധനകൾ ഒഴിവാക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവിന് പുല്ലുവില നൽകിയാണ് ഇപ്പോഴും ഇവിടങ്ങളിൽ പരിശോധനകൾ നടക്കുന്നത്. ഇത് പലപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തുന്നുണ്ടെന്ന മുന്നറിയിപ്പും ഇക്കൂട്ടർ ഗവനിക്കുന്നില്ല. ഇതിന്റെ ദൂഷ്യഫലങ്ങളിലൊന്നാണ് വെട്ടിക്കലിലെ അപകട മരണവും. വീതി കുറഞ്ഞ ശോചനീയാവസ്ഥയിലുള്ളതും തിരക്കേറിയതുമായ തൃശൂർ പാലക്കാട് റൂട്ടിലായിരുന്നു പോലീസ് പരിശോധന. വെട്ടിക്കലിൽ ഇടവഴിയിലേക്ക് കയറ്റി വാഹനം പാർക്ക് ചെയ്താണ് ഹൈവേ പോലീസ് പരിശോധന നടത്തിയത്. ഇതിനിടയിലാണ് ഇവരുടെ കൺമുൻപിൽ അപകടമുണ്ടായത്. ഈ സമയം പരിശോധന നടത്തിയ ഹൈവേ പോലീസ് അടിയന്തര രക്ഷാപ്രവർത്തനം പോലും നടത്തിയില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കള്ളന്മാരെ പോലെ 2 കൊലപാതകത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ നിൽക്കാൻ പറയേണ്ട ആൾ പോണ്. ബൈക്കുമായിട്ട് കള്ളന്മാരെ പോലെ, കൊള്ളക്കാരെ പോലെ. ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോടും മറ്റും നാട്ടുകാരും യാത്രക്കാരും രൂക്ഷമായി പ്രതികരിച്ചു. 7 മിനിറ്റോളം വണ്ടി ഇടിച്ചതിന്റെ ആ വ്യക്തി ചോര പറഞ്ഞു കിടന്നു. ആ വ്യക്തിയെ കൊണ്ടുപോകാൻ പോലീസ് ഇവിടെ തയ്യാറായില്ല. 1/2 മണിക്കൂറോളം ബോഡി ഇവിടെ കിടന്നു. ഒരു ആംബുലൻസ് വന്നില്ല. ഇപ്പൊ തുരുതുരാണ് ആംബുലൻസ് വരുന്നത്. മനസ്സിലാണ്. മേയർ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. ആ യാത്രയിൽ പോവായിരുന്നു.
മനസ്സിലുണ്ട പോലീസിന്റെ അനാസ്ഥ, അതായത് ഇവരെ ചെക്കിങ്, കൊള്ളടിക്കല്, ഹൈക്കോടതി പറഞ്ഞതും മറ്റേ വലിയ ഉദ്യോഗസ്ഥർ പറഞ്ഞൊക്കെ വിലയില്ലാണ്ട്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തിരക്കേറിയ ദേശീയപാതയിൽ വാഹന പരിശോധന നടത്താൻ പോലീസിനെ അനുവദിക്കില്ലെന്ന് സ്ഥലത്തെത്തിയ മേയർ രാജൻ ജയപാലനും അറിയിച്ചു. വാഹന പരിശോധനയുടെ പേരിൽ പൊതുവീതികളിൽ മനുഷ്യക്കുരുതിക്ക് കാരണക്കാരായ പോലീസിന്റെ നടപടിയിൽ ഇതിനോടകം തന്നെ വ്യാപക പ്രതിഷേധമുയർന്നു കഴിഞ്ഞു. ജനങ്ങളുടെ യാത്രാക്ലേശം വർദ്ധിപ്പിച്ചുകൊണ്ട് പോലീസ് നടത്തുന്ന വാഹന പരിശോധനയിൽ ഇപ്പോൾ നഷ്ടമായത് വിലപ്പെട്ട 2 ജീവനുകളാണ്. വാഹന പരിശോധനകൾക്ക് ഈ ദുരന്തമെങ്കിലും ഒരു പാഠമാകണമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. TCV ന്യൂസ്, തൃശൂർ. മണ്ണുത്തിയിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ച സംഭവം വേദനാജനകമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരക്കേറിയ സമയങ്ങളിൽ വാഹന പരിശോധന ഒഴിവാക്കാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. വാഹന പരിശോധന നടത്തുമ്പോൾ പോലീസ് കുറെ കൂടി ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഏഴുപേർ മരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ H1N1 രോഗത്തിനെതിരെ ജാഗ്രതാ നടപടികൾ ശക്തമാക്കി. രാമവർമ്മപുരം ഫയർ അക്കാദമിയിൽ മുണ്ടിനീര് ബാധിച്ച 54 പേരെ പ്രത്യേകം പരിചരിക്കാനും അടിയന്തര യോഗത്തിൽ ധാരണയായി. പകർച്ചവ്യാധികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കളക്ടറുടെ ചുമതലയുള്ള ADM CK അനന്തകൃഷ്ണനാണ് അടിയന്തര യോഗം വിളിച്ചുകൂട്ടിയത്. 76 പേർക്കാണ് ജില്ലയിൽ ഇതുവരെ H1N1 ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 158 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. H1N1 വൈറസ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇതിനകം വ്യാപിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. പുതുക്കാടടുത്ത് ചെങ്ങാലൂരിൽ H1N1 ബാധിച്ച് ഗർഭിണിയടക്കം 2 പേർ മരിച്ചിരുന്നു. പ്രദേശത്ത് ധ്യാനം കൂടിയ ചിലരിൽ രോഗം സ്ഥിരീകരിച്ചതിനാൽ ഇവിടെ 3 മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. H1N1 രോഗം തിരിച്ചറിയുന്നതിൽ പല സ്വകാര്യ ആശുപത്രികളിലെയും ഡോക്ടർമാർക്ക് വേണ്ടത്ര വൈദഗ്ധ്യമില്ലാത്തതും രോഗത്തെ ഗൗരവമായി സമീപിക്കാത്തതും പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. രോഗലക്ഷണം കണ്ടാലുടൻ ചികിത്സ ആരംഭിക്കണമെന്ന കർശന നിർദ്ദേശവും ബോധവൽക്കരണവും ആരോഗ്യവകുപ്പ് ആശുപത്രികൾ തോറും നൽകി വരുന്നുണ്ട്. ഗർഭിണികളിൽ H1N1 അപകടകാരിയായതിനാൽ ഗൈനക്കോളജിസ്റ്റുകളുടെ പ്രത്യേക യോഗം ഇത് സംബന്ധിച്ച് വിളിക്കാനും ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 60% പ്രതിരോധശേഷി H1N1 വൈറസുകൾ ആർജിക്കുന്ന സാഹചര്യമായതിനാൽ വാക്സിനേഷൻ വേണ്ടത്ര ഫലപ്രദമല്ലെന്നാണ് വിലയിരുത്തൽ. H1N1 മരുന്നുകൾ സൂക്ഷിക്കുന്നതിന് പ്രത്യേക ലൈസൻസ് വേണമെന്നത് സ്വകാര്യ ആശുപത്രികളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. സർക്കാർ തലത്തിൽ മരുന്ന് സ്റ്റോക്ക് കുറവാണെങ്കിലും ആവശ്യമായി വരുന്ന പക്ഷം മെഡിക്കൽ കോർപ്പറേഷനിൽ നിന്നും ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജാഗ്രതാ നടപടികൾ ഊർജിതമാക്കുമെന്നും ഡെപ്യൂട്ടി DMO KR ബേബിലക്ഷ്മി പറഞ്ഞു. തൃശ്ശൂർ ജില്ലയിലെ മേജർ ഇഷ്യൂസ് മെയിനായിട്ടും വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ട്, H1N1 ഉണ്ട്, ഡെങ്കു ഫീവർ ഉണ്ട്, അതുകൂടാതെ ഇൻഡിജീനസ് മലേറിയ കേസസ് വരുന്നുണ്ട്, ഹെപ്പറ്റൈറ്റിസ് A ഔട്ട്ബ്രേക്ക് വരുന്നുണ്ട്, കൂടാതെ മംസ് ഔട്ട്ബ്രേക്കും കൂടി വന്നിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് മരണവും കൂടുതൽ വരുന്നത് H1N1, ബാക്കിയുള്ള ലെപ്റ്റോ മൂലം അല്ലെങ്കിൽ ഡെങ്കു മൂലം നമുക്ക് ഡെങ്കു മൂലം ഒറ്റ മരണം പോലും ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എല്ലാ സർക്കാർ ഓഫീസുകളിലും പരിസര ശുചിത്വം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകാൻ യോഗത്തിൽ തീരുമാനിച്ചു. 54 പേർക്ക് മുണ്ടിനീര് സ്ഥിരീകരിച്ച രാമവർമ്മപുരം ഫയർ അക്കാദമിയിൽ പ്രത്യേക പരിചരണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 372 അന്തേവാസികളെയും പ്രത്യേകം നിരീക്ഷിക്കാനും രോഗമുള്ളവർ മറ്റുള്ളവരുമായി ബന്ധപ്പെടാതിരിക്കാനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വന്ധ്യതയടക്കമുള്ള പ്രശ്നങ്ങളാണ് മുണ്ടിനീര് കൊണ്ടുണ്ടാകുന്ന പ്രധാന ആരോഗ്യ ഭീഷണി. പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനും രോഗം ബാധിച്ചവരെ വീട്ടിലേക്ക് വിടേണ്ടതില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിൽ എലിപ്പനിയും ഡെങ്കിപ്പനിയുമാണ് മറ്റ് ഭീഷണികൾ. 46 പേർക്ക് ഡെങ്കിപ്പനി ഈ വർഷം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റത്തൂർ, വലപ്പാട് എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനി വ്യാപകമായി കണ്ടെത്തിയിട്ടുള്ളത്. 19 പേർക്ക് മലേറിയയും 8 പേർക്ക് എലിപ്പനിയും 74 പേർക്ക് മഞ്ഞപ്പിത്തവും ഈ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. H1N1 റിപ്പോർട്ട് ചെയ്ത ചെങ്ങാലൂർ മേഖലയിൽ പനി പടർന്നു പിടിക്കുന്നതായി ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. എന്നാൽ H1N1 പനിയുടേതായ ലക്ഷണങ്ങൾ പുതിയതായി കണ്ടെത്താനായിട്ടില്ലെന്ന് അധികൃതർ പറയുന്നു. പനി പടരുന്ന സാഹചര്യത്തിൽ ചെങ്ങാലൂർ മേഖലയിൽ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. പനിമരണം മൂലം ആശങ്കയിലായ ചെങ്ങാലൂരും പരിസര പ്രദേശങ്ങളിലും ഒരാഴ്ച കൂടി ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരിക്കും. സ്കൂളുകളിലും വിവിധ പൊതുസ്ഥലങ്ങളിലും ആരോഗ്യവകുപ്പ് ബോധവൽക്കരണ പരിപാടികൾ നടത്തി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാസ്ക് വിതരണം ചെയ്തു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചെങ്ങാലൂർ മേഖലയിൽ നിന്ന് പനി ബാധിച്ച നിരവധി പേർ ചികിത്സ തേടിയെത്തിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതേസമയം ജില്ലയിൽ ഒരാൾക്ക് കൂടി H1N1 സ്ഥിരീകരിച്ചു. ഓരോരുത്തർക്ക് ഡെങ്കിപ്പനിയും അഞ്ചാമ്പനിയും റിപ്പോർട്ട് ചെയ്തു. പനി ബാധിച്ച് 1050 പേർ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. TCVയുടെ വാർത്താ പരമ്പരയോടെ പാലിൽ ചതി.
ഹോട്ടലുകളിലും പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കും അന്യസംസ്ഥാന പാലുകളോടാണ് പ്രിയം. ഈ പാലിന് കട്ടി കൂടുതലുണ്ട്, വില കുറവും. പക്ഷേ പാലിന് ഗുണമില്ലെന്ന് ആരും തിരിച്ചറിയുന്നില്ല. ഹോട്ടലുകാർക്ക് കട്ടിയുള്ള പാൽ മതി. പശു വളർത്തുന്നവരിൽ നിന്നുള്ള പാലിനേക്കാൾ ഇവർക്ക് പ്രിയം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പാക്കറ്റ് പാലിനോടാണ്. കട്ടി കൂടുതലുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് എന്നാരും അന്വേഷിച്ച് ചെല്ലാറില്ല. 27 കമ്പനികളുടെ പാലാണ് ജില്ലയിൽ വിറ്റഴിയുന്നത്. മിൽമ അടക്കം 4 കമ്പനികൾ ഒഴികെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നതാണ് മറ്റു കമ്പനികൾ. എല്ലാ കമ്പനികളുടെയും പേരിൽ മലയാളിത്തമുണ്ടാകും. അത് കേരളത്തിലെ കമ്പനികളെന്ന് തോന്നിപ്പിക്കാനാണ്. പാൽ വിതരണ ഏജന്റുമാർക്കും അതിർത്തിക്കപ്പുറത്തെ പാലിനോടാണ് പ്രിയം. കമ്മീഷൻ കൂടുതൽ ലഭിക്കും. പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കും ബേക്കറി നടത്തിപ്പുകാർക്കും പ്രിയം ഇത്തരം പാലിനോട് തന്നെ. കൃത്രിമ പാൽ പോലെ തന്നെ ദോഷകരമാണ് പാൽ കേടാവാതിരിക്കാൻ ഉപയോഗിക്കുന്ന മാരക രാസവസ്തുക്കളും. എത്ര കമ്പനികളുടെ പാൽ വിപണിയിലെത്തുന്നുവെന്ന് അധികൃതരുടെ കയ്യിൽ കണക്ക് പോലുമില്ല. ഇത്തരം പാലിന്റെ ഗുണനിലവാരത്തിന്റെ പരിശോധനയുമില്ല. നേരത്തെ ഹെറിറ്റേജ് മിൽക്ക് എന്ന പേരിലുള്ള പാൽ നിരോധിച്ചിരുന്നു. പക്ഷേ നിരോധിച്ച പാൽ കമ്പനി പേര് മാറ്റി അടുത്ത ദിവസം വിപണിയിലെത്തിക്കും. അധികൃതർ കണ്ണടയ്ക്കുമ്പോൾ ജനം പാലെന്ന പേരിൽ വിഷം കുടിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. മൊബിലിറ്റി ഹബിന് അനുബന്ധമായി തൃശൂർ നഗരത്തിൽ റിംഗ് റോഡ് വരുന്നു. മണ്ണുത്തിയിലും കണിമംഗലത്തും പുഴയ്ക്കൽ മോഡലിൽ ചെറിയ മൊബിലിറ്റി ഹബ്ബുകൾക്കും പദ്ധതി. പുഴയ്ക്കലിൽ മൊബിലിറ്റി ഹബിനായി കൈമാറിയ കിൻഫ്രയുടെ 10 ഏക്കർ ഭൂമി നികത്തിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം ടെൻഡർ നടപടികളാവും. പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയ കിറ്റ്കോ തന്നെയാണ് RFQ പ്രസിദ്ധീകരിക്കുക. 123 കോടി രൂപ ചെലവിൽ 1ാം ഘട്ടം പൂർത്തിയാക്കും. BOT അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയായതിനാൽ ഹബിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് ഫീസ് നൽകേണ്ടി വരും. ഇവിടെ നിർമ്മിക്കുന്ന 15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ വാടക പിരിക്കാനും ടെൻഡർ എടുത്തവർക്ക് അവകാശം ലഭിക്കും. കോഴിക്കോട് അയ്യന്തോൾ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ റൗണ്ടിലേക്ക് പോകാതെ ഹബിൽ യാത്ര അവസാനിപ്പിക്കും. കാറുകളും 2 വീലറുകളും പാർക്ക് ചെയ്യാൻ സംവിധാനമുണ്ടാകും. നഗരത്തിലേക്ക് പ്രവേശിക്കാൻ സിറ്റി ബസ്സുകൾ സർവീസ് നടത്തും. മൊബിലിറ്റി ഹബ്ബ് സ്ഥാപിക്കാൻ ചുരുങ്ങിയത് 2 വർഷമെങ്കിലും വേണ്ടിവരുമെന്ന് പദ്ധതി സ്പെഷ്യൽ ഓഫീസറായ അബ്ബാസ് പറഞ്ഞു. നഗരം ചുറ്റി ഒരു റിംഗ് റോഡ് കൂടി വിഭാവനം ചെയ്യുന്നുണ്ട്. നിലവിലുള്ള റോഡുകൾ ഉൾപ്പെടുത്തിയാവും പുതിയ റിംഗ് റോഡ് വരിക. മണ്ണുത്തിയിലും കണിമംഗലത്തും മൊബിലിറ്റി ഹബ്ബുകളും ഭാവി പദ്ധതിയിലുണ്ട്. ഇതിലൂടെ നഗരത്തിരക്ക് കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ. TCV തൃശൂർ. റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന് TN പ്രതാപൻ MLAയുടെ മറുപടി. ക്വാറി ഉടമകളുടെയും റിസോർട്ട് മുതലാളിമാരുടെയും കാര്യത്തിൽ മാത്രമേ ചിലർക്ക് വിലയുള്ളതായി തോന്നുകയുള്ളൂവെന്നും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരിന്റെയും വിയർപ്പിന്റെയും വില മനസ്സിലാകില്ലെന്നും പ്രതാപൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ പട്ടയം സംബന്ധിച്ച് TN പ്രതാപൻ തന്നെ നിയമം പഠിപ്പിക്കേണ്ടെന്ന റവന്യൂ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു പ്രതാപൻ. ഉപകാരം ചെയ്തില്ലെങ്കിലും പരിഹസിക്കരുത്. മുഖ്യമന്ത്രിയെയും KPCC പ്രസിഡന്റിനെയും ആഭ്യന്തരമന്ത്രിയെയും പരിഹസിക്കുന്ന നിലപാടാണ് റവന്യൂ മന്ത്രിയുടേതെന്ന് പേരെടുത്തു പറയാതെ TN പ്രതാപൻ വിമർശിച്ചു. മലയോര മേഖലയിലെ 2005 മുൻപുള്ള ഏക്കർ കണക്കിന് കയ്യേറ്റങ്ങൾ പതിച്ചു നൽകുന്ന ഭൂപതിവ് ചട്ട ഭേദഗതിയും മത്സ്യത്തൊഴിലാളികളുടെ പട്ടയവും കൂട്ടിക്കുഴയ്ക്കരുത്. 2009-ലും 12-ലും 13-ലും അടിമലത്തുറ, മുട്ടത്തറ, കരിങ്കുളം എന്നിവിടങ്ങളിലെല്ലാം മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം അനുവദിച്ചു നൽകിയിട്ടുണ്ട്. ഇത് തിരിച്ചറിയാതെയാണ് നിയമത്തെക്കുറിച്ച് ചിലർ അനാവശ്യ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതെന്നും താൻ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ടെന്ന് ആരോപിക്കുന്നതെന്നും TN പ്രതാപൻ വ്യക്തമാക്കി. ടൂറിസം മുതലാളിമാരുടെയും റവന്യൂ ഭൂമി കയ്യേറ്റങ്ങളുടെ വില ഒരുപക്ഷെ ചിലർക്ക് തിരിച്ചറിഞ്ഞു എന്ന് വരും. പാവപ്പെട്ടവരുടെ കണ്ണീരിന്റെ ഉപ്പിന്റെ വില വേറെ ചിലർക്ക് തിരിച്ചറിഞ്ഞില്ല എന്ന് വരും. ഇത്തരത്തിൽ തീരപ്രദേശത്ത് പട്ടയം കൊടുക്കാൻ ആവശ്യപ്പെട്ടത് ഏതോ നിയമവിരുദ്ധമായ കാര്യം പറഞ്ഞു എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെയും KPCC പ്രസിഡന്റിനെയും ആഭ്യന്തര മന്ത്രിയെയും ഉൾപ്പെടെയുള്ളവരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ദയവ് ചെയ്ത് തലമറന്ന് എണ്ണ തേക്കരുത്. പൂങ്കുന്നം കുട്ടംകുളങ്ങരയിലെ പാടശേഖരത്തിലേക്കുള്ള വഴി സ്വകാര്യ വ്യക്തി കയ്യേറിയതായി ആക്ഷേപം. നാട്ടുകാർ സമരവുമായി രംഗത്ത്. കുട്ടൻകുളങ്ങര ഹരിനഗർ റോഡിൽ നിന്ന് പനഞ്ചിറ പാടശേഖരത്തേക്കുള്ള വഴിയാണ് സ്വകാര്യ വ്യക്തി ഗേറ്റ് വെച്ച് തടഞ്ഞിരിക്കുന്നത്. മുഴുവൻ പാടശേഖരമായിരുന്ന ഈ സ്ഥലത്തിന്റെ മുൻഭാഗം സ്വകാര്യ വ്യക്തി മണ്ണു നികത്തി പറമ്പാക്കിയപ്പോൾ കർഷകർക്ക് പാടശേഖരത്തിലേക്കുണ്ടായിരുന്ന വഴി നഷ്ടപ്പെട്ടു. ഇപ്പോൾ 55ഓളം കർഷകർക്ക് തങ്ങളുടെ കൃഷിയിടത്തിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇതുമൂലം 8 ഏക്കറോളം വരുന്ന കൃഷിഭൂമി വർഷങ്ങളായി വിളവിറക്കാനാവാത്ത അവസ്ഥയിലാണ്. മണ്ണടിച്ച് പറമ്പ് നികത്തുമ്പോൾ പാടശേഖരത്തിലേക്കുള്ള വഴി കൊടുക്കാമെന്ന് പറമ്പുടമ രേഖാമൂലം സമ്മതിച്ചിരുന്നെങ്കിലും പിന്നീടത് പാലിക്കാൻ ഇയാൾ തയ്യാറായില്ല. ഇപ്പോൾ ചുറ്റുമതിൽ കെട്ടി പാടത്തേക്കുള്ള പ്രവേശനം പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. പനഞ്ചിറ തോട്ടിൽ ഇറിഗേഷൻ വകുപ്പ് പണിതീർത്ത ചീപ്പ് പാലം കർഷകർക്ക് വേണ്ടി നിർമ്മിച്ചതാണെങ്കിലും ഇന്നതിന്റെ പ്രയോജനം അവർക്ക് ലഭിക്കാത്ത അവസ്ഥയാണ്. പാലത്തിന് മുകളിലൂടെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കുള്ള വഴിയാക്കി മാറ്റിയിരിക്കുകയാണ്.
ഇയാൾ സ്ഥലം കയ്യേറിയാണ് മതിൽ കെട്ടിയിരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. പറമ്പിൻ നടുവിലൂടെ തങ്ങൾക്ക് അവകാശപ്പെട്ട 5 മീറ്റർ വഴി ലഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതാവശ്യപ്പെട്ട് സ്ഥലമുടമയെ സമീപിച്ചപ്പോൾ നിഷേധാത്മകമായ നിലപാടാണ് കൈക്കൊണ്ടതെന്ന് കുട്ടൻകുളങ്ങര ഡിവിഷൻ കൗൺസിലർ കെ വൈദേഹി പറഞ്ഞു. 55 വീട്ടുകാർക്ക് ഇവിടെ നിലമുണ്ട്. ഇത് പൂർവികമായിട്ട് കൃഷി സ്ഥലം തന്നെയായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വരുമ്പോൾ ഈ നടുവിൽ കൂടെയാണ് ഇതിന് വരമ്പ് കൊടുത്തിരുന്നത് ആൾക്കാർക്ക് പോകാനായിട്ട്. വേറൊരു വഴി ഇതിനില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിന് ഞങ്ങൾ 5 മീറ്റർ വഴി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവരത് സമ്മതിച്ച് മതിൽ കെട്ടി ഇപ്പോൾ അയാൾ പറഞ്ഞാൽ തരാൻ പറ്റില്ല. പിന്നെ എല്ലാവരും കൂടെ ഇടപെട്ട് സംസാരിച്ചപ്പോൾ അത് ധിക്കാരപരമായിട്ട് തന്നെയാണ് അയാൾ പറഞ്ഞത്. എനിക്ക് തരാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സ്ഥലം എനിക്ക് വെറുതെ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത്. കളക്ടർ, ADM, RDO, കമ്മീഷണർ, കൃഷിഭവൻ ഓഫീസർ തുടങ്ങിയവർക്കെല്ലാം നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. കയ്യേറ്റം അവസാനിപ്പിച്ച് പാടശേഖരത്തേക്കുള്ള വഴി വിട്ടു നൽകാൻ സ്വകാര്യ വ്യക്തി തയ്യാറാവാതിരുന്നാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. കൗൺസിലറെ കൂടാതെ P. ശശിധരൻ, KS വിജയൻ, മുൻ കൗൺസിലർ KR വിനോദ്, രാംമോഹൻ, മാധവൻ, വേലായുധൻ തുടങ്ങി നിരവധി പേർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ AR മേനോൻ റോഡിൽ നിർത്തിയിട്ടിരുന്ന കാർ പൂർണ്ണമായും കത്തിനശിച്ചു. എറണാകുളം സ്വദേശി സാബുവിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് ഇന്നുച്ചയ്ക്ക് 12:30യോടെ കത്തിനശിച്ചത്. ഡ്രൈവർ ബിജോയി കാറിൽ നിന്ന് പുറത്തേക്ക് പോയ ഉടനെയാണ് കാർ കത്തിയത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കത്തിയ കാറിന് സമീപം നിർത്തിയിട്ടിരുന്ന മറ്റു വാഹനങ്ങളിലേക്ക് തീ പടരാതിരുന്നത് വൻ അപകടമൊഴിവാക്കി. ബാറ്ററി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു. കാർഷിക സർവകലാശാല വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിൽ MP വിൻസെന്റ് MLA 18 മണിക്കൂർ നടത്തിയ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും MP വിൻസെന്റ് MLAയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. സർവകലാശാല രജിസ്ട്രാറെ മാറ്റാനുള്ള നടപടി കൃഷിവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തി ഉടൻ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇതേ തുടർന്ന് MP വിൻസെന്റ് MLA സമരം അവസാനിപ്പിക്കുകയായിരുന്നു. MLAമാരായ തേറമ്പിൽ രാമകൃഷ്ണൻ, TN പ്രതാപൻ, PA മാധവൻ എന്നിവർ ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ചു. ദേശീയപാത പുതുക്കാട് നന്ദിക്കര സ്കൂൾ സ്റ്റോപ്പിൽ മണിക്കൂറിനുള്ളിൽ നടന്ന 2 അപകടങ്ങളിൽ വിദ്യാർത്ഥിയടക്കം 3 പേർക്ക് പരിക്കേറ്റു. ഇന്നുച്ചയ്ക്ക് 12ഓടെ 2 ബൈക്കുകൾ കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികളായ കാസർഗോഡ് സുബൈദ മൻസിലിൽ സുഹൈൽ, വരാക്കര കുടിയൻ സിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് അപകടം നടന്നതിന് തൊട്ടുപിന്നാലെ അതേ സ്ഥലത്ത് ലോറിയുടെ പുറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇയാളെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമീപവാസികളും നാട്ടുകാരും ചേർന്നാണ് അപകടങ്ങളിൽ പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചത്. മാള അഷ്ടമിച്ചിറയിൽ പെയിന്റ് കടയ്ക്ക് നേരെ സാമൂഹിക വിരുദ്ധർ ഗുണ്ട് പൊട്ടിച്ചെറിഞ്ഞു. ഇന്ന് രാത്രി 8:30യോടെയായിരുന്നു സംഭവം. കടയിൽ ഇന്ന് സൗജന്യമായി പെയിന്റ് വാങ്ങാനെത്തിയവരുമായി തർക്കം നിലനിന്നിരുന്നു. ഇതിന്റെ വൈരാഗ്യമാകാം അക്രമത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. പോലീസ് സേനയ്ക്ക് അർഹമായ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് മുന്നോട്ടു പോകാനാകില്ലെന്നും സർക്കാരിനെ നന്നാക്കാനും ചീത്തയാക്കാനും പോലീസിന് കഴിയുമെന്നും സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ സിറ്റി ആൻഡ് റൂറൽ സംയുക്ത ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പോലീസിന്റെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച് മാറി മാറി വരുന്ന സർക്കാരുകൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സേനയിലെ ചെറിയൊരു വിഭാഗം ചെയ്യുന്ന കുറ്റങ്ങൾ പെരുപ്പിച്ചു കാണിച്ച് സേനയുടെ ആത്മവീര്യം കെടുത്തുന്നത് ശരിയല്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭയിലും മാധ്യമങ്ങളിലും വരുന്ന കാര്യങ്ങൾ പലപ്പോഴും പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. KPOA തൃശൂർ റൂറൽ പ്രസിഡന്റ് KR അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൺ, അസോസിയേഷൻ ഭാരവാഹികളായ KA ലോനക്കുട്ടി, K മണികണ്ഠൻ നായർ, KS ചിത്രാനന്ദൻ, KP ജോസ് പീറ്റർ, K വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഭകളെ ആദരിക്കലും യാത്രയയപ്പും ഉപഹാര സമർപ്പണവും നടന്നു. പുത്തഞ്ചിറ പിണ്ടാണിയിൽ മർദ്ദനത്തെ തുടർന്ന് മനംനൊന്ത് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇറച്ചിവെട്ടുകാരായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തഞ്ചിറ സ്വദേശികളായ അടിയാത്തിപ്പറമ്പിൽ നവാസ്, കടമ്പോട്ട് ഹമീദ്, മകൻ സലാം എന്നിവരെയാണ് മാള CI M സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്തത്. പ്രതികൾ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കീഴടങ്ങാനെത്തിയതെന്നാണ് സൂചന. കഴിഞ്ഞ മാസം 19-നാണ് പിണ്ടാണി വാഴക്കൂട്ടത്തിൽ സത്യൻ മരിച്ചത്. മരിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് ഇറച്ചിവെട്ടുകാരായ 3 പേർ സത്യനെ മർദ്ദിച്ചിരുന്നു. മാരകമായി മർദ്ദനമേറ്റ സത്യൻ വീട്ടിലെത്തി ഭാര്യയോട് സംഭവം പറഞ്ഞ ശേഷമാണ് ആത്മഹത്യ ചെയ്തത്. സത്യന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ വ്യാപകമായ പ്രതിഷേധമുയർന്നിരുന്നു. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനുള്ള അവസരം പോലീസ് ഒരുക്കുകയാണെന്നാരോപിച്ച് ഈ മാസം 13-ന് ആക്ഷൻ കൗൺസിൽ മാള പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു. വെള്ളാങ്കല്ലൂർ അണ്ടാണിക്കുളത്ത് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊറ്റംകുളം വീട്ടിൽ 59 വയസ്സുള്ള മുരളിയാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞ പറമ്പിൽ കാട് വെട്ടിത്തെളിക്കാൻ പോയ മുരളിയെ ഇന്ന് ഉച്ചതിരിഞ്ഞ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സമീപത്തെ ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റതാവാം മരണ കാരണമെന്ന് പോലീസ് സംശയിക്കുന്നു.
ആരോഗ്യരംഗത്ത് കേരളം വളരെയധികം പിന്നോട്ടു പോയി എന്നും ഭാവി തലമുറയ്ക്കായി ആരോഗ്യരംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും മന്ത്രി CN ബാലകൃഷ്ണൻ പറഞ്ഞു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കേരളയുടെയും RTI കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ഉപഭോക്തൃ സംഗമവും ഉപഭോക്തൃ നിയമ ബോധവൽക്കരണ കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പോൾ കർപ്പൂരം വരെ മായം കലർന്നതാണെന്നും ഇത്തരം മാരക വിപത്തിനെതിരെ ഉപഭോക്തൃ സംഘടനകളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. മാർ അപ്രൈ മെത്രോപൊലിത്ത അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അംഗം പ്രിൻസ് തരകൻ, സാബു ജോർജ്, ജെറിൻ ജോൺ പടിയത്ത്, PN കൃഷ്ണകുമാർ, KS സുരേഷ് നായർ, ജൻസൻ ജെ ആളൂർ, PT റപ്പായ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി പുലിയിലപ്പാറയിൽ ഭർതൃഗൃഹത്തിൽ യുവതി തൂങ്ങിമരിച്ച സംഭവത്തിൽ ഭർത്താവടക്കം 3 പേരെ DYSP KK രവീന്ദ്രൻ അറസ്റ്റ് ചെയ്തു. നെല്ലായി മനക്കൽ വീട്ടിൽ ലാലു, അമ്മ മണി, ലാലുവിന്റെ സഹോദരി ജ്യോതി എന്നിവരാണ് അറസ്റ്റിലായത്. പുളിയിലപ്പാറയിൽ കൂമുള്ളി ചന്ദ്രന്റെ മകൾ 28 വയസ്സുള്ള ശ്രുതി കഴിഞ്ഞ മാർച്ച് 1-നാണ് തൂങ്ങിമരിച്ചത്. ഇത് സംബന്ധിച്ച് ശ്രുതിയുടെ വീട്ടുകാർ സ്ത്രീധന പീഡനത്തിന് ലാലുവിനും വീട്ടുകാർക്കുമെതിരെ പരാതി നൽകുകയായിരുന്നു. മരിക്കുമ്പോൾ 2.5 മാസം ഗർഭിണിയുമായിരുന്നു ശ്രുതി. പ്രതികൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നു. ഇതുപ്രകാരം DYSP മുമ്പാകെ ഹാജരാകുന്ന പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. സ്വർണം കൊണ്ട് പൊതിഞ്ഞ പിച്ചളമാല പണയപ്പെടുത്തി ചാലക്കുടി എലഞ്ഞിപ്രയിലുള്ള ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് 50,000 രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കുറ്റിച്ചിറ എടക്കുന്നിക്കാരൻ വീട്ടിൽ അനീഷിനെയാണ് ചാലക്കുടി CI ബേബി കെ തോമസ് അറസ്റ്റ് ചെയ്തത്. എലഞ്ഞിപ്ര നായരങ്ങാടി റോഡിനടുത്തുള്ള വെണ്ണാട്ടുപറമ്പിൽ ഫൈനാൻസിൽ നിന്ന് കഴിഞ്ഞ ജൂൺ 6-നാണ് ഇയാൾ പണം കൈക്കലാക്കിയത്. ഇവിടെ പണയപ്പെടുത്തിയ 27 ഗ്രാം തൂക്കമുള്ള മാലയിലെ കണ്ണികളുടെ അകത്ത് പിച്ചളക്കട്ടികളായിരുന്നു. വലിയൊരു സംഘമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സംഘത്തിൽപ്പെട്ട ഒരാളാണ് അനീഷിന് മാല പണയം വെക്കാൻ കൊടുത്തതെന്ന് പറയുന്നു. ഇത്തരത്തിൽ ലഭിച്ച പണം ഇയാൾ വാങ്ങുകയും അനീഷിന് തുകയുടെ ഒരു നിശ്ചിത ശതമാനം നൽകുകയുമായിരുന്നു. ചാലക്കുടിയിലെ നിരവധി സ്ഥാപനങ്ങളിൽ സംഘം ഇത്തരത്തിൽ വ്യാജമാലകൾ പണയപ്പെടുത്തി പണം തട്ടിയെടുത്തതായി വിവരം ലഭിച്ചിട്ടുണ്ട്. SI TP ഫർഷാദ്, അഡീഷണൽ SIമാരായ ബാബു, സാദത്ത്, സീനിയർ CPOമാരായ സിബി ഷെറിൽ, M സതീശൻ, സിൽജോ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. 2013-ൽ തൃശൂരിൽ ബംഗാളിയെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ അവസാന ഘട്ടത്തിൽ. പശ്ചിമബംഗാൾ സ്വദേശിയും കെട്ടിട നിർമ്മാണ തൊഴിലാളിയുമായ മൂർത്തി സ്മിയെയാണ് ശക്തൻ നഗറിലെ കെട്ടിടത്തിന്റെ ബേസ്മെന്റ് ഫ്ലോറിൽ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഇയാളുടെ സഹോദരൻ ഫിറോസ് ഷെയ്ഖിനെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജ്യേഷ്ഠ ഭാര്യയെ സ്വന്തമാക്കാനാണ് പ്രതി സഹോദരനെ ചുറ്റിയുകൊണ്ട് തലയ്ക്കടിച്ചും വയർ കുത്തിക്കേറിയും കൊലപ്പെടുത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കൊലപാതകത്തിന് ശേഷം 1 മാസം കഴിഞ്ഞാണ് മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. പ്രതിയിൽ നിന്ന് കൊലയ്ക്ക് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തിരുന്നു. തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ പുരോഗമിക്കുന്നത്. കേസിൽ തിങ്കളാഴ്ച വിസ്താരം നടക്കും. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പയസ് മാത്യു ആണ് ഹാജരാകുന്നത്. തൃപ്രയാറിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് കാൽനട യാത്രികന് പരിക്കേറ്റു. ഇന്ന് രാവിലെ തൃപ്രയാർ തെക്കേ ആൽമാവ് ജംഗ്ഷനിലായിരുന്നു അപകടം. അന്തിക്കാട് മാങ്ങാട്ടുകര സ്വദേശി ആലക്കൽ ഷൺമുഖനാണ് പരിക്കേറ്റത്. പെരിങ്ങോട്ടുകരയിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ഷൺമുഖനെ ഇടിച്ചത്. കാൽപാദത്തിൽ സാരമായി പരിക്കേറ്റ ഇയാളെ തൃപ്രയാർ റോഡ് സുരക്ഷാ ജാഗ്രതാ സമിതി പ്രവർത്തകർ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഷൺമുഖൻ ജോലിക്ക് പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന്റെ നിരാഹാര സമരം ജയിലിൽ 15 ദിവസം പിന്നിട്ടു. രാഷ്ട്രീയ തടവുകാരനായി പരിഗണിക്കുക, UAPA, NSA തുടങ്ങിയ നിയമങ്ങൾ പിൻവലിക്കുക, പോലീസ് കസ്റ്റഡിയിൽ വിടുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിരാഹാര സമരം. 15 ദിവസമായി നിരാഹാര സമരം തുടരുന്ന പിതാവിന്റെ നില ഗുരുതരമാണെന്ന് മകളും സാമൂഹിക പ്രവർത്തകയുമായ ആമി സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തി. ഭാര്യ ഷൈനിയോടൊപ്പം കോയമ്പത്തൂരിൽ നിന്നാണ് വലപ്പാട് സ്വദേശിയായ രൂപേഷിനെ പോലീസ് പിടികൂടിയത്. തൃശൂർ ജയ്ഹിന്ദ് മാർക്കറ്റിൽ ഹാൻസ് വിൽപ്പനയ്ക്കിടെ യുവാവിനെ ഈസ്റ്റ് പോലീസ് പിടികൂടി. നെടുപുഴ പുത്തൻപുരയ്ക്കൽ സുബ്രഹ്മണ്യനാണ് 20 പാക്കറ്റ് ഹാൻസ് സഹിതം പിടിയിലായത്. മാർക്കറ്റിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുവെന്ന വിവരത്തെ തുടർന്ന് പോലീസ് പ്രതിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. വിദ്യാഭ്യാസ വായ്പ പിരിക്കാനുള്ള കരാർ റിലയൻസ് കമ്പനിക്ക് നൽകിയ നടപടിയിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ തൃശൂർ SBT ശാഖയിലേക്ക് മാർച്ച് നടത്തി. ബെഫി സംസ്ഥാന വൈസ് പ്രസിഡന്റ് T നരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. SFI ജില്ലാ പ്രസിഡന്റ് KS സെന്തിൽകുമാർ, SFI സംസ്ഥാന കമ്മിറ്റി അംഗം KA സച്ചിൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ലോകത്തെ നിശബ്ദമാക്കിയ ഹിരോഷിമ നാഗസാക്കി ദിനത്തിന്റെ സ്മരണ പുതുക്കി തൃശൂർ നിർമ്മല മാത സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ മൗനദിനം ആചരിച്ചു. ലോകസമാധാനത്തിനും യുദ്ധരഹിത ലോകത്തിനുമായി നടത്തിയ പ്രാർത്ഥനയ്ക്ക് പ്രിൻസിപ്പാൾ സിസ്റ്റർ മറിയ മുണ്ടാടൻ നേതൃത്വം നൽകി.
വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാൻ മരിയ യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥികൾ മെഴുകുതിരി തെളിയിച്ചും പോസ്റ്റർ പ്രദർശനമൊരുക്കിയുമാണ് ഈ ദിനത്തെ വരവേറ്റത്. സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം ഉൾക്കൊണ്ട് കളിച്ചിരികളും വാഗ്വാദങ്ങളുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ലോകചരിത്രത്തിലെ ഇരുണ്ട ദിനം വിദ്യാർത്ഥികൾ മൗനദിനമായി ആചരിച്ചത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയ്ക്കായി ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ ചെമ്പൈ സ്മാരക പുരസ്കാരത്തിന് പ്രശസ്ത മൃദംഗം വിദ്വാൻ ഗുരുവായൂർ ദ്വരൈ അർഹനായി. ഗുരുവായൂരപ്പന്റെ മുദ്രയുള്ള 10 ഗ്രാം സ്വർണ്ണ ലോക്കറ്റും 50,000 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചെമ്പൈ ഭാഗവതർ MD രാമനാഥൻ, ഡോക്ടർ ബാലമുരളി കൃഷ്ണ, ശെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ, MS സുബ്ബലക്ഷ്മി തുടങ്ങിയ പ്രഗത്ഭമതികളായ സംഗീതജ്ഞർക്ക് മൃദംഗം വായിച്ചിട്ടുള്ള കലാകാരനാണ് ദ്വരൈ. ചെമ്പൈ സംഗീതോത്സവം തുടങ്ങുന്ന നവംബർ 7-ന് പുരസ്കാരം സമ്മാനിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ അറിയിച്ചു. വാഹനാപകടത്തിൽ മരിച്ച ചേലക്കര സ്വദേശിയായ ശാസ്ത്രജ്ഞന്റെ അവയവങ്ങൾ 5 പേർക്ക് പുനർജന്മം നൽകും. പുലാഞ്ചേരി വീട്ടിൽ കൃഷ്ണൻകുട്ടി നായരുടെയും ചന്ദ്രമതി അമ്മയുടെയും മകൻ നാരായണൻകുട്ടിയാണ് മുംബൈയിൽ വാഹനാപകടത്തിൽ മരിച്ചത്. 63 വയസ്സായിരുന്നു. ഭാഭ ആറ്റമിക് റിസർച്ച് സെന്ററിലെ ആണവ സുരക്ഷാ വിഭാഗത്തിൽ ശാസ്ത്രജ്ഞനായിരുന്നു നാരായണൻകുട്ടി. പൊക്രാൻ ആണവ പരീക്ഷണത്തിൽ കലാമിന്റെ സംഘത്തിൽ നാരായണൻകുട്ടി ഉണ്ടായിരുന്നു. ആഗസ്റ്റ് 2-നുണ്ടായ അപകടത്തിൽ നാരായണൻകുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചതോടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിക്കുകയായിരുന്നു. കണ്ണുകൾ, വൃക്ക, പാൻക്രിയാസ്, ലിവർ, ഹൃദയം എന്നിവയാണ് ദാനം ചെയ്തത്. ഇപ്പോൾ കിട്ടിയ വാർത്ത. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ കുത്തേറ്റ് മരിച്ചു. മണത്തല ബേബി റോഡ് സ്വദേശി അണ്ടത്തോട് ചാലിൽ ഹനീഫയാണ് മരിച്ചത്. ബേബി റോഡിൽ വെച്ചുണ്ടായ സംഘർഷത്തിലാണ് ഹനീഫയ്ക്ക് കുത്തേറ്റത്. കടവല്ലൂർ കല്ലുംപുറത്ത് ആരംഭിച്ച ഖാദി ഗ്രാമോദ്योग ഭവന്റെ ഉദ്ഘാടനം മന്ത്രി CN ബാലകൃഷ്ണൻ നിർവഹിച്ചു. ബാബു പാലിശ്ശേരി MLA അധ്യക്ഷത വഹിച്ചു. ഓണത്തോടനുബന്ധിച്ച് ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ഒരുക്കിയിട്ടുണ്ട്. ആകർഷകമായ സമ്മാനങ്ങൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. ഈ മാസം 27 വരെ ഖാദിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് നറുക്കെടുപ്പിലൂടെ ഹോണ്ട ആക്ടീവ സ്കൂട്ടറുകൾ നേടാൻ അവസരമുണ്ട്. മാനേജർ TR രാധ, കേരള ഖാദി ഗ്രാമവ്യവസായ അസോസിയേഷൻ സെക്രട്ടറി V കേശവൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായി. അന്യസംസ്ഥാന തൊഴിലാളിയായ വൃദ്ധന് ഷോപ്പിംഗ് കോംപ്ലക്സിനടുത്ത് വെച്ച് കടിയേറ്റു. കാലിൽ പലതവണ കടിച്ച നായയുടെ പിടിയിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ ഇയാൾക്കായില്ല. പിന്നീട് സമീപത്തുള്ള കടക്കാർ ഓടിയെത്തി നായയെ ആട്ടി ഓടിക്കുകയായിരുന്നു. നിരവധി മുറിവേറ്റ വൃദ്ധനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രിയായാൽ ടൗൺഹാൾ കെട്ടിട പരിസരം നായ്ക്കളുടെ പിടിയിലാണ്. ഇതിനെതിരെ അധികാരികൾ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് വ്യാപക ആക്ഷേപമുണ്ട്. ചിറക്കൽ കുറുമ്പിലാവ് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ദർശനം നടത്തി. ശ്രീശാന്തിനെയും കുടുംബത്തെയും ക്ഷേത്രം ഭാരവാഹികളും ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ചു. അച്ഛനോടും അമ്മയോടുമൊപ്പമാണ് ശ്രീശാന്ത് ദർശനത്തിനെത്തിയത്. ക്ഷേത്രത്തിലെ എല്ലാ വിശേഷാൽ പൂജകളും ചുറ്റുവിളക്കും ശ്രീശാന്തിന്റെ വഴിപാടായി ആയിരുന്നു. ക്യാൻസർ രോഗത്തെ തുടർന്ന് ജീവിതം ദുരിതത്തിലായ ഓട്ടോ ഡ്രൈവർക്ക് പ്രത്യാശയുമായി കേരള സർക്കാരിന്റെ കാരുണ്യം. തളിക്കുളം നെല്ലിപ്പറമ്പത്ത് മണികണ്ഠനാണ് 1 കോടി രൂപയുടെ കാരുണ്യ ലോട്ടറിക്ക് അർഹനായത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് വടക്ക് തകർന്നു വീഴാറായ കൊച്ചുവീട്ടിലാണ് മണികണ്ഠന്റെ കുടുംബം താമസിക്കുന്നത്. വീടിന്റെ പല ഭാഗങ്ങളിലും വിള്ളലുകൾ രൂപപ്പെട്ടതോടെ ഏറെ ഭയന്നായിരുന്നു കുടുംബം കഴിഞ്ഞിരുന്നത്. തളിക്കുളം സെന്ററിൽ ഓട്ടോ ഡ്രൈവറായ മണികണ്ഠന് ഇതിനിടെ നാക്കിൽ ക്യാൻസറും ബാധിച്ചു. നാവിൽ പഴുപ്പ് രൂക്ഷമായതോടെ ശസ്ത്രക്രിയയും തുടർന്ന് കീമോയും റേഡിയേഷനുമായി തുടരെ ചികിത്സയായിരുന്നു. മണികണ്ഠനൊപ്പം ഭാര്യ ലതികയും 2 വയസ്സുകാരിയായ മകൾ അലോസിമയും മണികണ്ഠന്റെ അമ്മ സരോജിനിയുമാണ് വീട്ടിലുള്ളത്. ക്യാൻസർ രോഗത്തെ തുടർന്ന് ഓട്ടോ ഓടിച്ചുള്ള ചെറിയ വരുമാനവും നിലച്ചു. ഇവരുടെ ദുരിത ജീവിതത്തിന് നാട്ടുകാരുടെ ഇടപെടലാണ് പലപ്പോഴും കൈത്താങ്ങായത്. 6 മാസം കൂടുമ്പോൾ പുതിയ ചെക്കപ്പിനായി തിരുവനന്തപുരം RCCയിൽ എത്തണം. ഇതിനായുള്ള ചെലവ് എങ്ങനെ കണ്ടെത്തുമെന്ന നിരാശയിൽ ഇരിക്കെയാണ് കാരുണ്യ ലോട്ടറിയിലെ 1 കോടി മണികണ്ഠനെ തേടിയെത്തുന്നത്. തളിക്കുളം സ്വദേശി ശേഖരൻ എന്ന ചില്ലറ വിൽപ്പനക്കാരനിൽ നിന്നും എടുത്ത TB 21 28 64 എന്ന സീരിയൽ നമ്പറിലാണ് ഭാഗ്യദേവത കടാക്ഷിച്ചത്. 2 വയസ്സുകാരിയായ മകളാണ് തന്റെ കുടുംബത്തിന്റെ ഭാഗ്യമെന്ന് മണികണ്ഠൻ പറയുന്നു. ഒരു വീട് വെക്കുന്നതിനൊപ്പം ക്യാൻസറിനെതിരെ തുടർ ചികിത്സയും മാത്രമാണ് മണികണ്ഠന്റെ ലക്ഷ്യം. TCV തൃപ്രയാർ. കടപ്പുറം മുനിക്കക്കടവ് ഇക്ബാൽ നഗറിനടുത്ത് 7 അടിയോളം നീളം വരുന്ന തിമിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞു. ചീഞ്ഞളിഞ്ഞ ജഡം കടൽ തീരത്തെ കരിങ്കൽ ഭിത്തിയിലിടിച്ച് അഴുകിയ നിലയിലാണ്. കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ പ്രൊപ്പല്ലറുകളിൽ തട്ടി ചത്തതാവാമെന്ന് കരുതുന്നു. വേലിയേറ്റത്തിൽ ജഡം കടലിലേക്ക് തിരിച്ചൊഴുകിയില്ലെങ്കിൽ അടുത്ത ദിവസം കടപ്പുറത്ത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് കുഴിച്ചു മൂടേണ്ടി വരുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു.
പുതൂർക്കര മൊബൈൽ ടവർ വിരുദ്ധ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. പുതൂർക്കരയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെയുള്ള ധർണ കെ വേണു ഉദ്ഘാടനം ചെയ്തു. സമരസമിതി പ്രതിനിധികളായ ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, പി രാമൻകുട്ടി, അഡ്വക്കേറ്റ് എം രാമൻകുട്ടി, കെ വി ഗണേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുതൂർക്കര തിരുവോണം കോർണറിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി നാട്ടുകാർ പങ്കെടുത്തു. ഭാഗ്യനിധി ലോട്ടറിയുടെ ഒന്നാം സമ്മാനം 65 ലക്ഷം രൂപ ഓട്ടുപാറയിൽ വിറ്റ ടിക്കറ്റിന്. ഓട്ടുപാറ AVK ലോട്ടറി കൗണ്ടറിൽ വിറ്റ ഭാഗ്യനിധി BR 780421 എന്ന നമ്പർ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. എന്നാൽ ഇതുവരെയും ഭാഗ്യവാനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി വാണിജ്യത്തിലേക്ക്. സാംസ്കാരിക പെരുമ നിറഞ്ഞ തൃശൂരിന് മലബാറിന്റെ രുചിവൈവിധ്യം പകർന്നു നൽകി മബ്രൂക്ക് റെസ്റ്റോറന്റ് കിഴക്കേക്കോട്ട സെന്റ് തോമസ് റോഡിലെ ഇമ്മട്ടി ബിൽഡിംഗ്സിൽ പ്രവർത്തനം ആരംഭിച്ചു. മേയർ രാജൻ ജെ പല്ലൻ, ചലച്ചിത്ര താരവും ടെലിവിഷൻ അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യ, കണ്ണംകിലകത്ത് ഗ്രൂപ്പ് ചെയർമാൻ KM അബൂബക്കർ ഹാജി എന്നിവർ ചേർന്ന് മബ്രൂക്ക് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് PA പുരുഷോത്തമൻ, മബ്രൂക്ക് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ UK സുബൈർ ഹാജി, റെസ്റ്റോറന്റ് ചെയർമാൻ മുഹമ്മദ് ലസീർ ഷാ, മബ്രൂക്ക് ഗ്രൂപ്പ് അംഗങ്ങളും ബന്ധുക്കളും സന്നിഹിതരായിരുന്നു. മലബാറിന്റെ രുചിക്കൂട്ടുകളാൽ ചാലിച്ച മികച്ച മലബാർ പലഹാരങ്ങൾ, മബ്രൂക്ക് സ്പെഷ്യൽ ഷവർമ, വിവിധതരം ബിരിയാണികൾ, നാടൻ കറിക്കൂട്ടുകൾ, വിവിധതരം ചായകൾ കൂടാതെ മബ്രൂക്കിന്റെ മാത്രം പ്രത്യേകതയായ വിവിധതരം അപ്പങ്ങളും റെസ്റ്റോറന്റിൽ ഒരുക്കിയിരിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. മണ്ണുത്തി വെട്ടിക്കലിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് അമ്മയും പിഞ്ചുകുഞ്ഞും മരിച്ചു. നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചത് സംഘർഷത്തിനിടയാക്കി. തിരക്കേറിയ സമയങ്ങളിൽ വാഹന പരിശോധന ഒഴിവാക്കാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജില്ലയിൽ H1N1 രോഗത്തിനെതിരെ ജാഗ്രതാ നടപടികൾ ശക്തമാക്കി. 54 പേർക്ക് മുണ്ടിനീര് സ്ഥിരീകരിച്ച് രാമവർമ്മപുരം ഫയർ അക്കാദമിയിൽ പ്രത്യേക പരിചരണ സംവിധാനം ഒരുക്കാൻ തീരുമാനം. മിക്ക ഹോട്ടലുകളിലും പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരും ഉപയോഗിക്കുന്നത് അന്യസംസ്ഥാന പാലുകൾ. കട്ടി കൂടുതലും വിലക്കുറവുമുള്ള ഈ പാലിൽ കേടാകാതിരിക്കാൻ ചേർക്കുന്നത് മാരക രാസവസ്തുക്കൾ. പുഴയ്ക്കൽ മൊബിലിറ്റി ഹബിന് അനുബന്ധമായി തൃശൂർ നഗരത്തിൽ റിംഗ് റോഡ് വരുന്നു. മണ്ണുത്തിയിലും കണിമംഗലത്തും ചെറിയ മൊബിലിറ്റി ഹബ്ബുകൾക്കും പദ്ധതി. ചാവക്കാട് മണത്തലയിൽ കോൺഗ്രസ് പ്രവർത്തകൻ കുത്തേറ്റ് മരിച്ചു. ബേബി റോഡ് സ്വദേശി ഹനീഫയാണ് മരിച്ചത്. റവന്യൂ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ TN പ്രതാപൻ MLA രംഗത്ത്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരിന്റെയും വിയർപ്പിന്റെയും വില മന്ത്രിക്ക് മനസ്സിലാകില്ലെന്നും പ്രതാപൻ. ഇതോടെ തൃശൂർ റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.